ഹലോ ഹായ് നമസ്കാരം. ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ല ഈ വീഡിയോ. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ഹിറ്റായി മാറിയിരിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡിനെക്കുറിച്ച്, അതിൻ്റെ കുറച്ച് അപകടാവസ്ഥകളെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് തരിക എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ടോണി എന്ന് പറയുന്ന ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിനെ തന്നെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ളവരും അദ്ദേഹത്തെ അച്ചായൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, സമ്പന്നനാണ്. നാട്ടിൽ പാവപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കുക, രക്ഷിക്കുക എന്നുള്ളതാണ് അച്ചായൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വീട് വെക്കാൻ സഹായധനം നൽകുക, പണയത്തിലിരിക്കുന്നതും ജപ്തിയിലാകാൻ പോകുന്നതുമായ വീടുകൾ വീണ്ടെടുത്ത് കൊടുക്കുക, അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചുകൊണ്ടാണ് അച്ചായൻ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അങ്ങനെ ചാരിറ്റി ചെയ്ത് അച്ചായൻ ഒരു വീട്ടുകാർക്ക് പണം കൊടുത്ത് അവരെ സഹായിച്ച് ആ വീട് പണിയാൻ ഞാനാണ് ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചപ്പോൾ ആ വീട് കേരള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഒരു വിവാദം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിവാദത്തിലേക്ക് നമ്മൾ ഒരുപാട് ആഴത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിയമപരമായിട്ടൊക്കെ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ആ ചാരിറ്റി കൾച്ചറിനെ കുറിച്ചാണ്. ഒരാൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നു, അതുവഴി അയാൾ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കുന്നു. ഫാൻസ് വളർന്ന് ടോക്സിക് ഫാൻസായിട്ട് മാറുന്നു. അവരെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല, ഒരു തരത്തിലും അവരെ വിമർശിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലെത്തുന്നു. അങ്ങനെ വളർന്നു വന്ന ചാരിറ്റിയിലൂടെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും പിന്നീട് സമൂഹത്തിൽ ചെയ്യുന്ന പല പ്രശ്നങ്ങളും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. സോ ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ചാരിറ്റി കൾച്ചറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ഒരു സൈഡിൽ കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടുന്നതല്ലേ, നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നു. അതായത് ഞാൻ സമ്പാദിച്ചു, ഞാൻ ബിസിനസ് ചെയ്തു, എൻ്റെ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ പൈസ മാത്രം പോരല്ലോ, ഒരു നല്ല പേര് വേണ്ടേ സമൂഹത്തിൽ. സംഭവം പ്രാഞ്ചേട്ടൻ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയാണ്, പക്ഷേ ആ ആഗ്രഹത്തിൽ നമുക്ക് ഒരു കുറവും പറയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് വഴി എല്ലാവരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്, നിങ്ങൾ മഹാനാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുകയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്ത് കൂടെ കൂടുകയും വലിയൊരു പബ്ലിസിറ്റി ലഭ്യമാവുകയും ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ പാരലലി അവർക്ക് അവരുടെ ബ്രാൻഡിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത്തരം ചാരിറ്റി ചെയ്യുന്ന പല ആളുകളും അവരുടെ കമ്പനിയുടെ പേര് ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു കമ്പനിയായി ഡെവലപ്പായി കഴിയുമ്പോൾ അവർക്ക് CSR ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആസ് എ കമ്പനി അവർ ചെയ്യേണ്ടത്. ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി അവർക്ക് ഈ ഒരു സാഹചര്യം ഉപയോഗിക്കാം. പാരലലി അവർക്ക് ഇതിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് പോലെ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഒരുപാട് ഉപകാരങ്ങളുള്ളൊരു കാര്യമാണ് ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്നത്. ഇനി ജനങ്ങൾക്ക് ഇതിലെന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല തരത്തിലാണ് ഈ സാമ്പത്തിക ആവശ്യങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരിക. ചില എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട്. പെട്ടെന്നൊരു രോഗാവസ്ഥയിൽ ഇപ്പോൾ 16 കോടി രൂപയുടെ മരുന്ന് വേണം ഒരു കുഞ്ഞിന് എന്ന് പറയുമ്പോൾ അത് ആ പ്രദേശത്തുള്ള ആ കുഞ്ഞിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സ്വരുക്കൂട്ടാൻ പറ്റുന്നൊരു എമൗണ്ട് അല്ല. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഇത്രയും ഫണ്ട് റേസ് ചെയ്ത് ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലെ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ അവർക്കൊരു വലിയ ഫണ്ട് കൊടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അവരുടെ ഈ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ നിന്ന് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ചില ജീവനുകളുണ്ട്, ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ഇത്തരം ഇമർജൻസി സിറ്റുവേഷൻസിൽ ജനങ്ങൾക്ക് സഹായമായിട്ട് മാറാൻ ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്ക് പറ്റും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ വഴി ഈ ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുമ്പോൾ അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന കുടുംബത്തിന് ഇത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് വെറുതെ പറയാലല്ലോ. എന്താണ് കൊടുത്തത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് കൈപ്പറ്റിയതെന്ന് പറയുന്ന ആ ഒരു സുതാര്യത ഇവിടെ ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയ ഒരു വിഭാഗത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലൊന്നും വന്നുപെടാതെ എന്നാൽ സാമ്പത്തികമായും അല്ലാതെയും പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു വീടിന് ജപ്തി ഭീഷണിയുണ്ട്, അതിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അച്ചായനോ മറ്റാരെങ്കിലും ഒരാൾ അങ്ങോട്ടേക്ക് ധനസഹായവുമായിട്ട് പോകുന്നു. ആ പോകുന്ന വീഡിയോയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങോട്ടേക്ക് റോഡ് സൗകര്യങ്ങളില്ല, വീട്ടിലേക്ക് ഒരു വാഹനം കടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യങ്ങളില്ല, വീട് വളരെയധികം പൊളിഞ്ഞ് നാശമായി കിടക്കുന്നൊരവസ്ഥയിലാണ്, അവിടുത്തെ കുട്ടികൾ ജീവിക്കേണ്ടി വരുന്ന ഇങ്ങനൊരു സാഹചര്യത്തിലാണ് എന്ന് പറയുന്ന മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയിട്ടുള്ളൊരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം വീഡിയോസ് സഹായകമാണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്,
ഒന്നിച്ചു നിന്നാൽ ആസ് എ സൊസൈറ്റി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കണം, നമ്മൾ ചാരിറ്റി ചെയ്താൽ ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ചില ഘട്ടങ്ങളിൽ കൃത്യമായ പ്രൈവസി പ്രൊട്ടക്ഷനൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. ഇപ്പോൾ സൂര്യയുടെ അകാരം ഫൗണ്ടേഷൻ ഒരുപാട് കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ, ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ ഫൗണ്ടേഷനിലൂടെ. നമുക്കും ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിന് സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ജീവിതത്തിന് ചിലപ്പോൾ എത്രയോ തലമുറകളുടെ ജീവിതം പോലും മാറ്റിമറിക്കാൻ നമുക്ക് പറ്റിയേക്കും. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി തരാൻ ഇത്തരം കാര്യങ്ങൾക്ക് സാധിക്കും. പിന്നെ ഇത് പാരലായിട്ടൊരു തൊഴിൽ മേഖല കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം ഇങ്ങനെ ചാരിറ്റി ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആൾ വേണം, ഇത് എഡിറ്റ് ചെയ്യാൻ ആൾ വേണം, പിന്നെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി PR ഏജൻസികൾ വേണം. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യല്ലേ. അപ്പോൾ ആ തൊഴിൽ മേഖലകളിലേക്കൊക്കെ കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ലൈഫിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന, ഇപ്പോൾ എൻ്റെ വീട് ജപ്തിയായി കഴിഞ്ഞാൽ ഞാനിനി എന്ത് ചെയ്യും, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ളൊരു ബന്ധുവുണ്ട്, ചികിത്സയ്ക്ക് ചിലവിനുള്ള പൈസ ഇല്ല, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന, ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഇനിയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറയുന്നൊരു പ്രതീക്ഷ കൊണ്ടു കൊടുക്കാൻ ഇത്തരം സഹായങ്ങൾക്ക് പറ്റും. പക്ഷേ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാക്കിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട നെഗറ്റീവുകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഹെൽപ്പ് സ്വീകരിക്കുന്ന ആളുകൾ അവരിവിടെ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയാണ്. അവരെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നു. പക്ഷേ ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുന്ന ആ പൈസയാണോ അല്ലെങ്കിൽ ഞാൻ എന്താണോ കൊണ്ടു കൊടുക്കുന്നത് അത് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, അവരൊക്കെ ഭയങ്കര പാവങ്ങളാണ്, ഞങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ആ വളഞ്ഞു കൂനിക്കൂടി നിൽക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തുക. അവർക്ക് ഇത് കൊടുത്തതിന് ശേഷം അവർ നിങ്ങൾ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, ഇനി പറ്റുകയാണെങ്കിൽ കാല് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യർ അവരുടെ ഏറ്റവും കൈവിട്ടു പോകുന്ന അവസ്ഥകളിൽ പല രീതിയിൽ റിയാക്ട് ചെയ്തെന്ന് വരും. പക്ഷേ ആ ഇമോഷൻസിനെ മുഴുവൻ ക്യാപ്ചർ ചെയ്ത്, ഒരാളുടെ റോ ഇമോഷൻസിനെ മുഴുവൻ ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഞാൻ സഹായിച്ചത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കണം എന്നാണ് ഈ വീഡിയോസിലൂടെ പലരും വിളിച്ചു പറയുന്നത്. അവിടെ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ സഹായം സ്വീകരിക്കുന്ന കുറേ മനുഷ്യരാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ പോലും ഇത്തരം വീഡിയോസിൽ ആളുകൾ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന അച്ചായൻ, ഇദ്ദേഹം ഒരു വീടിൻ്റെ ജപ്തി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന, അതിൻ്റെ പണം സഹായമായിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോയിൽ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കിടക്കും. ഈ കുട്ടിയെ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ സഹായം സ്വീകരിക്കാൻ അവർ തയ്യാറാണ്, അവർ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ്. അതിനുശേഷം നാട്ടുകാരെന്തെങ്കിലും ചോദിച്ചാലോ അതിൻ്റെ പേരിൽ വരുന്ന അവഹേളനങ്ങളോ അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ കുഞ്ഞ് ചിന്തിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ചിന്തിക്കും. അവരുടെ പ്രൈവസിയെ, അവരുടെ ഡിഗ്നിറ്റിയെ യാതൊരു തരത്തിലും പരിഗണിക്കാതെയുള്ള ഇത്തരം വീഡിയോ ഷൂട്ടിംഗ് പരിപാടികൾ, അതിന് വേറെ വാക്കൊന്നുമില്ല, ഇറ്റ്സ് ഹ്യൂമിലിയേഷൻ. സഹായം ചെയ്യാൻ വരുന്നവർ ഇമാതിരി വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ ബിഗ് റെഡ് ഫ്ലാഗ്. സഹായം കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ബെനിഫിഷ്യറിയുടെ പ്രൈവസിയും ഡിഗ്നിറ്റിയും ഒന്നും പരിഗണിക്കാതെ ആ സങ്കടം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ട് പരമാവധി സ്നേഹം ഇങ്ങോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സഹായിക്കാൻ പുറത്തുനിന്ന് ആരും വന്നില്ലെങ്കിൽ എല്ലാം തീർന്നു പോകും എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് പല ആളുകളും നിൽക്കുന്നുണ്ടാവുക. അങ്ങോട്ടേക്കാണ് ഇവർ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നവരെന്താണ് ചെയ്യുക? സാമ്പത്തികമായൊരു സഹായം കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ ഗവൺമെൻറ് അടക്കം കൊടുക്കുന്ന പലതരം റിസോഴ്സുകളുണ്ട്. ഈ റിസോഴ്സുകളെക്കുറിച്ച് അവർക്ക് മുൻപ് അവബോധം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ സഹായിക്കാൻ പോകുന്ന ആളുകൾ സഹായം കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സാമ്പത്തികമായി ആ പെർട്ടിക്കുലർ പ്രശ്നത്തിനുള്ള പരിഹാരം കൊടുക്കുന്നു. പക്ഷേ വീണ്ടും അവർ ചുറ്റുമുള്ള തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്, റിസോഴ്സുകളെക്കുറിച്ച് ബോധവാന്മാരോ ബോധവതികളോ അല്ലാതെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. സോ ഈ സാമ്പത്തിക സഹായം ഒരു ബൾക്ക് എമൗണ്ട് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. ഇതെപ്പോഴാണോ തീരുന്നത് അവർ വീണ്ടും ആ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകും. ആ നിസ്സഹായ അവസ്ഥയിൽ ഇനി ആരെങ്കിലും സഹായിക്കാൻ വരണം എന്ന് പറയുന്നൊരു കാത്തിരിപ്പ് അവർ തുടരുകയും ചെയ്യും. ഈ പറയുന്നൊരു അടിസ്ഥാന മനോഭാവത്തിന് ഇവിടെ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല, അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് അവരൊരു സഹായം ചോദിച്ചു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്, നമുക്ക് ഈ ഒരു
കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇത് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ എന്ന്, അല്ലെങ്കിൽ ജനപ്രതിനിധികളെ അവർ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നു, സന്നദ്ധ പ്രവർത്തകർ അവിടെ വരുന്നു. അങ്ങനെ അവരിലേക്ക് എത്തേണ്ട അറിവിനെ ഒരു സൈഡിൽ കൂടി ബ്ലോക്ക് ചെയ്യുകയാണ് ഈ സഹായങ്ങൾ ചെയ്യുന്നത്. കാരണം വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇര തേടേണ്ട കാര്യമില്ലല്ലോ. വിശന്നിരിക്കുമ്പോഴാണ് ഇര പിടിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. മറ്റൊന്ന്, നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ചാരിറ്റി എന്ന് പറയുന്നത് അത് ആക്ച്വലി എംപവർമെൻ്റ് അല്ല, അതൊരു ഇമ്മീഡിയറ്റ് ഹെൽപ്പ് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ ഒരു 3 ലക്ഷം രൂപ വേണം, അതെനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പൈസ തന്നു, ശരി, ആ ജപ്തി ഒഴിവാക്കി കിട്ടി, താൽക്കാലിക ആശ്വാസം കിട്ടി, പക്ഷെ പരിഹാരം കിട്ടിയിട്ടില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കണ്ടൊരു വീഡിയോ, അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജപ്തി ഒഴിവാക്കുകയാണ് ഒരു വീട്ടിൻ്റെ. 2 ലക്ഷം രൂപയാണ് അവർക്ക് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നത്. അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, തിരിച്ചടവുകൾ മുടങ്ങി, ജപ്തി ഭീഷണി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മകളും കൂടി ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി കഴിയുകയാണ്. സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടന്നുറങ്ങുന്നു, അവിടെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ അവർ ജീവിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ജപ്തി ഒഴിവാകാൻ വേണ്ടുന്ന എമൗണ്ട് ഇദ്ദേഹം കൊണ്ട് സഹായധനമായിട്ട് കൊടുക്കുന്നു, ജപ്തി ഒഴിവായി കിട്ടുന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് ലോൺ എടുത്ത എമൗണ്ട് അല്ല, അത് പലിശയുടെ പലിശയുമായിട്ട് കൂടി വന്നിട്ടുള്ള എമൗണ്ടാണ്. സോ അവർ ലോണായിട്ട് എടുത്തത് അതിലും എത്രയോ താഴെയുള്ളൊരു എമൗണ്ടാണ്. അതിൻ്റെ EMI കൃത്യമായിട്ട് അടയ്ക്കാനോ ബാങ്കിൽ ചെന്ന് സംസാരിച്ച് നമുക്കിത് ഗഡുക്കളായി അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കാനോ ഒന്നും പറ്റാതെ വീട് കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് സുരക്ഷിതമായുള്ളൊരു റൂഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സർക്കാർ ആശുപത്രിയെ വഴിയുള്ളൂ. അവിടെ ചെന്നിട്ടും അവരൊരു ജോലിക്ക് ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ളത് വീഡിയോയിൽ പറയുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ ആശുപത്രി ഉള്ളൂ, വേറെ യാതൊരു വഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, വലിയ ജോലിയൊന്നും വേണ്ട, ചെറിയ ശമ്പളത്തിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ബാങ്കിൽ ചെന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ലേ? അല്ലെങ്കിൽ കുറച്ചും കൂടി വാടക കുറവുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുമായിരുന്നില്ലേ? ആഹാരത്തിനും ഷെൽട്ടറിനും ഒരു ആശുപത്രി വരാന്തയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇതേ ഉള്ളൂ ഓപ്ഷൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരിതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അവരുടെ വീട് ഇപ്പോൾ വീണ്ടെടുത്ത് കൊടുത്തു, ശരി, അവർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ വീട്ടിൽ താമസിക്കുന്നു, അവർക്ക് ജീവിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു തുക ആവശ്യമല്ലേ? അപ്പോൾ അവർ ജോലിക്ക് പോകുന്നുണ്ടാവോ? അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ലേബർ ആയിരിക്കുമോ? അവരെന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ടാവോ? അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ടാവോ? ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ടാവോ ഈ കിട്ടുന്ന ചെറിയ എമൗണ്ട് കൊണ്ട്? ആ ഫാമിലിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതുകൊണ്ട്, അവർ കരഞ്ഞു കാല് പിടിക്കുന്ന ഒരു വീഡിയോ ഇടുന്നു എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം മഹാനായി മാറുകയും ഇവരുടെ അടിസ്ഥാന പ്രശ്നം പരിഹാരമില്ലാതെ തുടരുകയും ചെയ്യുകയാണ്. ഇവിടെ ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം ആ കുടുംബത്തിന് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് പറ്റിയൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം ആ വീടിൻ്റെ ജപ്തി ഒഴിവായാലും അവരുടെ ദാരിദ്ര്യം ഇസ് സ്റ്റിൽ ദെയർ. അപ്പോൾ ഈ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ ഫാൻസ് നമ്മളോട് ചോദിക്കും, ഇത്രയൊക്കെ അദ്ദേഹം ചെയ്തില്ലേ, ഇനി ഇതും ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന്? അല്ല, അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ആ കുടുംബത്തിനെ രക്ഷിച്ചു എന്ന് പറയരുത്, രക്ഷകൻ്റെ കോട്ടെടുത്തിടരുത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവരുടെ ഇൻസെക്യൂരിറ്റി ഈസ് സ്റ്റിൽ ദെയർ. അവരുടെ അവെയർനെസ് ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അവരുടെ ഹെൽപ്ലെസ്നെസ് ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ ലൈഫിനോടുള്ള പണത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്. നമുക്ക് കിട്ടുന്ന പണത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ ചിന്തയിലാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അമർത്യ സെൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, പോവേർട്ടി ഈസ് നോട്ട് ജസ്റ്റ് ലാക്ക് ഓഫ് മണി, ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് ദ കേപ്പബിലിറ്റി ടു റിയലൈസ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ആസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയ്ക്ക് നമ്മുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ എന്താണ് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് പണമില്ലാത്ത അവസ്ഥയല്ല. നിങ്ങൾ പണമില്ലാത്ത ഒരാളെ പണം കൊടുത്ത് സഹായിച്ചു എന്ന് വിചാരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത പണം എപ്പോൾ തീരുന്നു അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകും. അതിൻ്റെ കാരണം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പണത്തിനെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറയുന്നൊരു എഡ്യൂക്കേഷൻ അവർക്കില്ല. അവരുടെ പണത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന മാർഗ്ഗങ്ങൾ, ഇവിടെ ഒന്നും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേര് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് 15-16 രൂപ ശമ്പളമുണ്ട്. എൻ്റെ അനിയനും ഏകദേശം അത്രയും ശമ്പളമുണ്ട്. അതിനോടടുത്ത് തന്നെ അമ്മയ്ക്കും സാലറി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 10-40,000 രൂപ ഒരു മാസം ഒരു വീട്ടിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ പോലും 6 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ വട്ടം കറങ്ങിപ്പോയിട്ടുണ്ട്. അവസാനം ആ തുക വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ ഇത്രയും വരുമാനം നമുക്കുണ്ട്, പക്ഷേ എവിടെയാണ് നമ്മളിത് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കടങ്ങളെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൈസ എന്തിനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പൈസ ശരിക്കും എന്തിനുള്ളതാണ്? എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം വരെ ഞാൻ ചിന്തിച്ചിരുന്നത് പൈസ നമുക്ക് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ളതെന്നാണ്. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പൈസ കൊടുത്തിട്ട് അതങ്ങ് വാങ്ങിക്കുന്നു.
ഇനി എനിക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാനത് കടം പറഞ്ഞ് വാങ്ങിക്കുന്നു, പൈസ കിട്ടുമ്പോൾ ഞാനതിന് ആ പണം കൊടുക്കുന്നു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ളൊരു സാധനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ കുറച്ച് സേവ് ചെയ്യുകയും ഫ്യൂച്ചറിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പാകത്തിന് പണത്തിനെ ഞാൻ ഒരുക്കിയെടുക്കുകയും ചെയ്തിട്ട് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ഞാൻ പണം ചിലവാക്കേണ്ടത്. കേൾക്കുമ്പോൾ ഇത് സിമ്പിളല്ലേന്ന് തോന്നും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും പണത്തിനെ ഇങ്ങനെ അല്ല നോക്കിക്കാണുന്നത്. ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഐഡിയ ഒക്കെ നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇതാണോ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്? പൈസ കിട്ടുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, കാര്യങ്ങളെല്ലാം നടക്കുന്നു, കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേന്ന്. യെസ്, കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രമുള്ളൊരു ടൂളായി പണത്തിനെ നോക്കി കാണുമ്പോൾ പണം നമ്മുടെ കൂടെ ഇരിക്കില്ല. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓരോന്നിനും കണക്ക് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഡിസ്കൗണ്ടുകൾ അന്വേഷിക്കുന്നത് കേൾക്കാൻ പറ്റും. കാരണം എൻ്റെ കയ്യിലുള്ള പണം അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും, ബാക്കി ഡിസ്കൗണ്ട്സും സൗകര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കും. ആ പണം എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് അത് ഇരട്ടിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു റിസർവ് വേണം. അപ്പോൾ ചോദിക്കും, അന്നത്തെ ചിലവ് കഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രം പറ്റുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന് എങ്ങനെയാണ് ഇങ്ങനെ പണത്തിനെ സേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് നീഡ്സ്, വാണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അതിപ്പോൾ എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിനാണോ, ഇങ്ങനെയൊക്കെയുള്ള ആ കാൽക്കുലേഷൻസ് ഒക്കെ നടക്കണം. നമ്മുടെ കയ്യിലുള്ളത് 1 രൂപയായാലും 1 ലക്ഷം രൂപയായാലും അതിന് കൃത്യമായിട്ടുള്ള കണക്ക് വേണം. ഇത് ഞാൻ എപ്പോഴാണോ എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയത് അപ്പം മുതലാണ് 10 രൂപയെങ്കിൽ 10 രൂപ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയത്. ഞാൻ റേഡിയോ ബാങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ സാലറി എന്ന് പറയുന്നത് കൈ കിട്ടുന്നത് വെറും 7,500 രൂപയാണ്. 2,500 രൂപ ലോണിൻ്റെ EMI ഉണ്ട്. 2,500 രൂപ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ വാടകയാണ്. പോയിട്ടൊരു 2,500 രൂപയുണ്ട്. ഇതിൽ ഞാൻ സിനിമ കാണണം, എൻ്റെ ഭക്ഷണത്തിൻ്റെ പരിപാടികൾ നടക്കണം, മറ്റു പരിപാടികളൊക്കെ നടക്കണം. എല്ലാ മാസവും 2,000, 3,000 വെച്ച് ഞാൻ കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതായത് 7,500 രൂപ സാലറിയുള്ള ഞാൻ ഒരു വർഷം കണ്ണൂരിൽ നിന്നപ്പോൾ വർഷാവസാനം എൻ്റെ കടം 18,000 രൂപയാണ്. ഇപ്പോഴല്ല, 2010. പക്ഷേ ഞാൻ റൂം മാറി എൻ്റെ റൂംമേറ്റ് കണക്കെഴുതുന്നത് ഞാൻ കണ്ടു. അവൻ എല്ലാത്തിനും കണക്കെഴുതി വെക്കും. എല്ലാ ദിവസത്തെയും കൃത്യം 1 രൂപയെങ്കിൽ 1 രൂപ കണക്കെഴുതി വെക്കും. ഞാനും അതുപോലെ പുള്ളിയെ കണ്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നി കണക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ആ മാസം എൻ്റെ കയ്യിൽ 800 രൂപ മിച്ചം ഉണ്ടായിരുന്നു. കാരണം കണക്കെഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് ചിലവാകുന്നത്, ഇത് വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു കാര്യം എനിക്കിപ്പോൾ ആവശ്യമില്ലല്ലോ, ഈ പൈസ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ചിലവാക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ മിച്ചം നിൽക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ചാളെ തുടർന്നുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി. പക്ഷേ നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ടെങ്കിൽ, പണം എങ്ങനെയാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് എന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിനെ തോൽപ്പിക്കാൻ ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല. ഈ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ദീർഘകാല പ്രശ്നങ്ങൾക്ക് അവരെ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, അച്ചായൻ സഹായിച്ച ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ 2 ലക്ഷം രൂപ കൊടുക്കുന്നു. ആ വീട്ടിലേക്ക് പോകാൻ നല്ലൊരു റോഡ് പോലും ഇല്ല. വീടിൻ്റെ വഴി എന്ന് പറയുന്നത് ഒരു വലിയ തോട്, അവിടെ ഒരു ചെറിയ പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അവിടെ അമ്മയും അമ്മൂമ്മയും കൊച്ചുമോളുമാണ് താമസിക്കുന്നത്. ആരും സഹായത്തിനില്ല എന്ന് അവർ തന്നെ പറയുന്നു. 2 ലക്ഷം രൂപ എടുത്ത് വീടിൻ്റെ ജപ്തി ഒഴിവാക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഒക്കെയുണ്ട്. ഞാൻ ആലോചിച്ചത്, ആ വീട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സർക്കാർ ആശുപത്രി ഉള്ളു വകുപ്പ്. വെറുതെ ആലോചിച്ച് നോക്കിയേ, ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും ആവശ്യം എന്താണ്? അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു സ്ഥലം വേണം. അവരുടെ ചിലവുകൾ നടന്നു പോകാൻ അവർക്ക് നല്ലൊരു തൊഴിൽ വേണം. അവിടെ കുട്ടികളുണ്ടെങ്കിൽ, ഇനി മുതിർന്നവരാണെങ്കിലും വിദ്യാഭ്യാസം വളരെ വളരെ അത്യാവശ്യമാണ്. ഈ 3 കാര്യങ്ങളിൽ താമസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രമേ ആ വീട് ജപ്തി ഒഴിവാക്കി എടുത്തു കൊടുക്കുമ്പോൾ പരിഹാരം ഉണ്ടാവുന്നുള്ളൂ. തീർച്ചയായും വീടെന്നൊക്കെ പറയുന്നത്, സ്വന്തം വീടെന്ന് പറയുന്നത് ഓരോ മനുഷ്യരുടെയും ഒരുപാട് ഇമോഷൻസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല കാര്യം. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാതിരിക്കുകയാണ്. അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ വീട് പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും താമസം മാറ്റിയത്. ഒരു പക്ഷേ ടൗണിനോട് ചേർന്നൊരു സ്ഥലത്ത്, ടൗണിലേക്ക് പോകണമെന്നൊന്നുമില്ല, ടൗണിനോട് ചേർന്നൊരു സ്ഥലത്ത് ഒരു 5,000 7,000 വാടക വരുന്ന ഒരു കൊച്ചു വീട്. ആ വീടിൻ്റെ അഡ്വാൻസ് ഒരു 3 മാസത്തെ എമൗണ്ടേ വരുള്ളൂ. ആ അഡ്വാൻസും ഒരു 6 മാസത്തെ വാടകയും അവിടെ കൊടുത്തേൽപ്പിച്ച ശേഷം, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതിന് ശേഷം, അവിടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവർക്കൊരു ചെറിയ ജോലി ശരിയാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുള്ള ആളുകളൊക്കെ ആണല്ലോ ഇവരെ സഹായിക്കാൻ ചെല്ലുന്നത്, എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ, ചിലപ്പോൾ അത് തയ്യലായിരിക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോലി എന്താണോ അത്, ഒരു സ്കില്ല് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ കുഞ്ഞിനൊരു സ്കൂൾ അഡ്മിഷൻ ശരിയാക്കി കൊടുത്ത് 1-2 മാസത്തെ ഈ 3 പേർക്ക് ആവശ്യമായ അരിയും മറ്റു സാധനങ്ങളും അവിടെ വാങ്ങിച്ചു കൊടുത്താൽ 2 ലക്ഷം രൂപയൊന്നും വരില്ല. പക്ഷേ അടുത്ത 6 മാസത്തേക്ക് അവരെ ആരും ഇറക്കി വിടില്ല എന്ന് ഉറപ്പുള്ളൊരു വീട് അവർക്കുണ്ട്. അവരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. ആ പണം
അവർ കൈപ്പറ്റുന്ന സമയത്ത് അവർക്കൊരു ഡിഗ്നിറ്റി ഫീൽ ചെയ്യും. ആൻഡ് ആ പണം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് അവർ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. 6 മാസത്തിനപ്പുറം ആ വീടിൻ്റെ വാടക കൊടുക്കാൻ വേറെ ആരും അവരെ സഹായിക്കേണ്ടി വരില്ല. അവരുടെ വീടും ചെലവും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തും. ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം കുറച്ചും കൂടി ബ്രോഡായിട്ട് ഈ ലോകത്തെ നോക്കിക്കാണാൻ, സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ ആ കുടുംബത്തിനെ തന്നെ സഹായിക്കും. പക്ഷെ ഇതിനൊന്നും ഇത്രയും തുക ആവശ്യം വരില്ല. ഇനി നമ്മളിവിടെ മറക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാമായിരുന്നു. ഒരുപാട് പ്ലാനുകളുണ്ട്, സ്കീമുകളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പുകളുണ്ട്. ഇനി അവർക്ക് ഇതൊന്നും ലഭ്യമാകത്തക്ക രീതിയിൽ പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സും ഒന്നും ഇല്ലെങ്കിൽ അതിനൊക്കെ അവരെ സഹായിച്ച്, എന്തായാലും ഒരുപാട് ഹോൾഡൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ അവരെ സഹായിച്ച് അവരെ ഈ നാട്ടിൽ ഏറ്റവും അഭിമാനത്തോടെ ജീവിക്കാൻ പാകത്തിന്, തലയുയർത്തി ജീവിക്കാൻ പാകത്തിന് അറിവുള്ളവരാക്കി മാറ്റാമായിരുന്നു. അപ്പോഴും 2 ലക്ഷം രൂപ ചിലവ് വരില്ല. ആൻഡ് ഇവിടെയുള്ള വേറൊരു പ്രശ്നം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിനെ സഹായിച്ചു. ഇതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറെയും കുടുംബങ്ങളുണ്ട്. ഇവർ മുഴുവൻ ഒരു രക്ഷകൻ വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇവർക്കൊക്കെ കിട്ടുന്ന ഫീല് ഏതെങ്കിലും ഒരു രക്ഷകൻ വന്നു. അപ്പോൾ ഇവർ മുഴുവൻ സഹായം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും, ഈ കേരളത്തിലുള്ള എല്ലാവരെയും സഹായിക്കാൻ ഒരച്ചായനും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നവരെ ബോധവൽക്കരിക്കുകയും അവരുടെ ജീവിതം മാറുന്നതും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇനിയും സഹായം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അപ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുണ്ടല്ലേ എന്ന് പറയുന്നൊരു പ്രതീക്ഷയും അറിവുമാണ് അവിടെ പങ്കുവെക്കപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഈ ചാരിറ്റി പരിപാടികളിൽ നടക്കുന്നില്ല. അവരിതൊന്നും ചെയ്യില്ല. കാരണം ദാരിദ്ര്യം ഇല്ലാതായി കഴിഞ്ഞാൽ, ഇത്തരം അവസ്ഥകൾ ഇല്ലാതായി കഴിഞ്ഞാൽ തൊഴുത് കരഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കാൻ ആളുകളില്ലാതാവും. പണത്തിനെക്കുറിച്ചുള്ള മറ്റൊരു ആറ്റിറ്റ്യൂഡ്, നമുക്കിത് ആരോ തരുന്നതാണ്, നമുക്കിത് കിട്ടുന്നതാണ് എന്ന് പറയുന്നൊരു തോന്നലാണ്. പണം ഞാൻ നേടിയെടുക്കുന്നതാണ്, ഐ എം ഏണിങ് ഇറ്റ്. അതുകൊണ്ട് തന്നെ അതെൻ്റെയാണ്, അത് ഞാൻ ചിലവഴിക്കുമ്പോൾ ഞാൻ അത്രയും പിടിച്ച് അത്രയും സൂക്ഷിച്ച് ചിലവഴിക്കൂ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഈ സഹായം കിട്ടുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. നമ്മളെ അവർ സഹായിച്ചാടോ, അങ്ങനെ കിട്ടിയതാണ്. എനിക്ക് നല്ല എമൗണ്ട് സാലറി കിട്ടിക്കൊണ്ടിരുന്ന സമയത്തും ഞാൻ വിചാരിച്ചത് അതങ്ങനെ കിട്ടുന്നു, അതങ്ങനെ കിട്ടുന്നല്ല, ഞാൻ പണിയെടുത്ത് നേടിയെടുക്കുന്നതാണെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ, അതെൻ്റെ പണമാണ്, ഞാനത് എൻ്റെ ഇഷ്ടങ്ങൾക്ക്, എൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്ന, എൻ്റെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പണത്തിനോട് ചേർത്ത് വെക്കാൻ ഒരുപാട് സമയമെടുത്തു. കാരണം ഞാനും പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് ആളുകളുടെ സഹായം കിട്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പല സാഹചര്യങ്ങളിലും പണമില്ലാതെ വരുമ്പോൾ സഹായിക്കാൻ വരുന്ന ആളുകളാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഈ സാധനം, ഈ പണമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ മാറിയിട്ടില്ലായിരുന്നു. അത് മാറി വരാനെടുത്തൊരു വലിയ കാലഘട്ടമുണ്ട്. ഈ സഹായം സ്വീകരിക്കുന്നവരും നേരിടാൻ പോകുന്നൊരു പ്രധാന പ്രശ്നം അതാണ്. നാളെ ഒരു ആവശ്യം വന്നാൽ ആരുടെയെങ്കിലും എടുത്ത് സഹായം ചോദിക്കുക. ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവില്ല. ചുമ്മാ ലംസമായിട്ട് കുറേ പൈസ കൊണ്ട് കൊടുത്താൽ ആ ലംസം തീരുമ്പോൾ വീണ്ടും അട്ടം നോക്കിയിരിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ അവരൊരു ലോങ് ടേമിന് പ്രിപ്പയർഡ് ആക്കും, ഷോർട്ട് ടേം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ. കാരണം നമുക്കിവിടെ ആവശ്യമുള്ളത് ഇൻഡിപെൻഡൻസ് ആണ്, അല്ലാതെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു ദൈവത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. പിന്നെ ഇതിനകത്ത് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ കാണുന്നവൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതൊരു സിനിമയൊക്കെ കാണുന്ന പോലെയല്ലേ, ഹെവി ഇമോഷണൽ സീക്വൻസുകൾ നടക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പഴയ സിദ്ദിഖ് ജഗദീഷ് സിനിമകളൊക്കെ എടുത്ത് നോക്കിയോ, ഒരു കുടുംബം തകർന്നടിഞ്ഞു പോകുന്നു, ആ കുടുംബത്തിൽ കടം കയറുന്നു, അവിടുത്തെ മകൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമാ കഥ. അവിടെ രക്ഷകനായ ഒരാൾ അവതരിക്കുകയാണ്, ആ കുടുംബത്തിനെ രക്ഷിക്കുകയാണ്. വാവ്, സൂപ്പർ, വാട്ട് എ ഫെൻറ്റാസ്റ്റിക് മൂവി. ഇതിങ്ങനെ കൺസ്യൂം ചെയ്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും നാളെ ഒരു രക്ഷകനെ കാത്തിരിക്കും. അല്ലെങ്കിൽ ഒരു രക്ഷകനായിട്ട് വേണം എൻ്റെ അടുത്ത് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് അയ്യോ നിങ്ങളാണെല്ലാം എന്ന് പറയുന്നത് കേൾക്കാൻ. പക്ഷേ ഈ ചാരിറ്റി കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത് ഇവിടെ ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ചാരിറ്റി എന്ന് പറയുന്നത് ഒരു മോറൽ ഷീൽഡായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്ക്, ഓരോ കുടുംബങ്ങളെയും വീട്ടുകാരെയും ഒക്കെ സഹായിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇയാൾ നല്ലവനാണ്, ഇയാൾ എന്ത് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം, ഇയാളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, വേറെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുന്നവനെ നമ്മൾ ആക്രമിക്കണം. കാരണം ഇയാൾ എന്ത് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. ഇത് ചാരിറ്റി കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നോക്കൂ, ലോജിക്കലി, എത്തിക്കലി, ഡെമോക്രാറ്റിക്കലി, അങ്ങനെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ അയാളെ പോലെ വല്ലവരെ സഹായിച്ചിട്ടുണ്ടോ? നാളെ നിങ്ങളെയും അയാൾ സഹായിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. മുമ്പ് ഒരു ഫിറോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ പാവപ്പെട്ട ആളുകളെയൊക്കെ ചികിത്സാ സഹായം നേടിക്കൊടുക്കാൻ വേണ്ടി വീഡിയോസ് ചെയ്യുന്നു. പക്ഷേ ആ തുക അവരുടെ ചികിത്സാ ആവശ്യം കഴിഞ്ഞ്, ഈ ഫണ്ട് വരുമ്പോൾ ഒരുപാട് ഫണ്ട് വരുമല്ലോ, ചികിത്സാ ആവശ്യം കഴിഞ്ഞ് ബാക്കി പൈസ അവരുടെ ബാങ്കിലേക്ക് അയക്കണം എന്ന് പറയുന്ന എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വിവാദം ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ഈ ചെയ്യുന്നത് എത്തിക്കലായിട്ടുള്ള കാര്യമല്ല എന്ന് വിമർശിച്ച ആളുകളോടൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഓടി നടന്ന് പറഞ്ഞത്, നാളെ ഫിറോസ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാഗായിരുന്നു. അതിനുശേഷം പുള്ളി ഇലക്ഷന് നിൽക്കുക, അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ
നിലവിലുള്ള ഈ ചാരിറ്റി ഗെയിമിൽ ടോപ്പ് ലെയറിലല്ല അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മളാരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. നല്ല കാര്യം ചെയ്യുന്ന കാണുമ്പോൾ അയ്യോ മഹാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാൻ ബേസ് ഉണ്ടാകുന്നു. ആ ഫാൻസ് പിന്നീട് ടോക്സിക് ഫാൻസ് ആവുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം ബോച്ചയാണ്. അയാൾ നടത്തിയിട്ടുള്ള ഏറ്റവും സ്ത്രീവിരുദ്ധമായ അശ്ലീല പരാമർശങ്ങളെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസൊക്കെ ഓടിക്കൂടിയത്. ഒരുപാട് അമ്മമാരുടെ കണ്ണീര് തുടച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. എല്ലാ സ്ത്രീകളോടും ഒന്നും അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു ന്യായീകരണങ്ങൾ. ഇവിടുത്തെ പ്രശ്നം നന്മ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ലൈസൻസ് ആയിട്ട് മാറാണ്. ലൈസൻസ് ടു മിസ്ബിഹേവ് അങ്ങ് കൊടുത്തേക്കാണ്. ഇവിടെ ഈ ഫാൻസുകാർ മനസ്സിലാക്കാത്ത കാര്യം എന്താ അറിയോ? അവർ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ചാരിറ്റി ചെയ്യാണ്, നന്മ ചെയ്യുന്ന ആളാണ്. നന്മ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ പറയാമോ? ഈ തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുകയാണെങ്കിൽ യു ആർ ഇമോഷണലി ബ്ലാക്ക് മെയിൽഡ്. ഞാൻ നിനക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പറയാമോ എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷനാണ്. ആ മാനിപ്പുലേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റേർണലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്യപ്പെടുന്ന മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പടച്ചട്ടയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞാൽ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായി കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. മെയിൻ ചോദ്യം ഇതാണ്, നീയൊക്കെ വല്ലതും ചെയ്തിട്ടാണോ ഈ പറയുന്നത്? നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം പറഞ്ഞിട്ടുള്ള എന്താ അറിയോ? ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ല. തീർച്ചയായും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്ന കുറേ ആളുകളുണ്ട്. പ്രതീക്ഷയില്ലാത്ത ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ കൊണ്ടുവരാൻ ഈ പ്രവർത്തികൾ കാരണമാവുന്നുമുണ്ട്. പക്ഷേ എല്ലാവരുടെയും എല്ലാ പ്രവർത്തികൾക്കും ഒരു അക്കൗണ്ടബിലിറ്റി വേണം. ചാരിറ്റി ചെയ്തു, നന്മ ചെയ്തു എന്നുള്ളത് കൊണ്ട് കള്ളത്തരം കാണിക്കുന്ന, തെറ്റ് കാണിക്കുന്ന, വൃത്തികേട് വിളിച്ചു പറയുന്ന, സംസ്കാരമില്ലായ്മ കാണിച്ചു കൂട്ടുന്ന ആളുകളെ നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ന്യായീകരിക്കരുത്. നിലവിലിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചാരിറ്റി ചെയ്യുമ്പോൾ അവർക്കൊരു പവർ കിട്ടുകയാണ്, ഒരു ഫാൻസ് പവർ കിട്ടുകയാണ്. ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് പിൽക്കാലത്ത് അവർ ചെയ്യുന്ന അബ്യൂസിനെ നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ അബ്യൂസിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല. ദാറ്റ് ഈസ് റോങ്. നല്ലത് ചെയ്താൽ നല്ലത് പറയണം, പക്ഷേ മോശം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നൊരു കാര്യം ഒഴിവാക്കിയേ പറ്റൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ മാനിപ്പുലേറ്റർ. ഈ ജനാധിപത്യ രാജ്യത്തിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ചോദ്യം ചെയ്യുക തന്നെ വേണം. സോ നാളെ ആരെങ്കിലുമൊക്കെ ചാരിറ്റി ചെയ്യുന്ന സമയത്ത് കൈയടിച്ച് അവരാണ് ദൈവത്തിന് തുല്യരായിട്ടുള്ള ആൾ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഉപകാരമുണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.